ശ്രീ സമ്പത്ത്, ഇപ്പോൾ ഫണ്ടിന്റെ പ്രശ്നം എന്നുള്ളതല്ല, ഇപ്പോൾ ആരൊക്കെ സ്പോൺസർ ചെയ്യാൻ തയ്യാറാണ്, അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിന് എത്രത്തോളം ഫണ്ട് ഉണ്ട് എന്നതിനപ്പുറത്തൊരു ഇച്ഛാശക്തിയുടെ പ്രശ്നമാണ് എല്ലാ സമയത്തും വിമർശനങ്ങൾക്ക് കാരണമാകുന്നത്. ഇപ്പോൾ പോലീസ് സംവിധാനവും ബോർഡും തമ്മിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് പണത്തിന്റെ പ്രശ്നമല്ലല്ലോ, അതൊരു ഏകോപനത്തിന്റെ ഒക്കെ പ്രശ്നമാണ്, ഒരു ഇച്ഛാശക്തിയുടെ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ അങ്ങ് പറഞ്ഞു 2 വർഷം തുടർച്ചയായി അങ്ങ് ആ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ അവിടുത്തെ വിഷയങ്ങളെ അതിൻ്റെ ഒരു ആദ്യഘട്ടത്തിൽ നിന്ന് അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുകയും അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുകയും അതിനെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുകയും വേണ്ട കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്ത ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഗ്രൂപ്പിലെ അംഗമായിരുന്നു, മന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്നു. പക്ഷെ കഴിഞ്ഞ തവണത്തെ വിമർശനങ്ങളെ ഒഴിവാക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ്? അങ്ങേക്ക് വളരെ വ്യക്തിപരമായ മറുപടി പറയാൻ കഴിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഞാൻ ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് അത് ഞാൻ ചുമതലപ്പെട്ട ആളല്ല. ഞാൻ ചുമതല വഹിച്ചിരുന്ന കാലത്തെ സംബന്ധിച്ചുള്ളതിലും എൻ്റെ ഇടപെടലുകളെ സംബന്ധിച്ചു പല കാര്യങ്ങളിലും അത്തരത്തിൽ ഞങ്ങൾ കൂട്ടായി ഒരു മന്ത്രിയുടെ കീഴിൽ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൻ്റെ കീഴിൽ, സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ സഖാവ് കെ രാധാകൃഷ്ണ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നതിൽ ഞങ്ങളൊരു ടീമായി നിൽക്കുന്നതിൽ നടത്തിയിട്ടുള്ള ശ്രമങ്ങളെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള നിലയിലോ ചെയ്തതെല്ലാം അത്തരത്തിൽ ഇപ്പം നമ്മൾ എത്ര കാര്യങ്ങളും ആത്മാർത്ഥമായി ചെയ്തിരുന്നാലും ഈ കാര്യങ്ങൾ അവിടെ നമ്മൾ നടത്തി വരുന്നതെല്ലാം അത് മനോഹരമായ ഒരു പുഷ്പമായി തന്നെ എല്ലാവർക്കും അനുഭവപ്പെടുമെന്നൊന്നും നമ്മളാരും അങ്ങനെ ധരിക്കേണ്ടതായിട്ടില്ല. ചെയ്ത കാര്യം ആ കർമ്മം നന്നായി ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു കാര്യം, നമ്മുടെ ചില ചങ്ങാതിമാർ പറഞ്ഞ ഇതെല്ലാം അവസാന നിമിഷം അല്ല. കേരളത്തിൽ മുൻകാലങ്ങളിലും കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിമാർ ഇത്തരത്തിൽ ഈ സീസണിന് മുന്നോടിയായി വിവിധ വകുപ്പുകളുടെ അതിൻ്റെ ചുമതലയുള്ള മന്ത്രിമാരെ അടക്കം പങ്കെടുപ്പിച്ച് ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ള യോഗങ്ങൾ നടക്കുന്നത് അതിനൊരു ടൈം ടേബിൾ വെച്ചിട്ട്, അത് ഏത് ഗവൺമെൻറ് ആയിരുന്നാലും, ഇപ്പോൾ LDFിൻ്റെ ഗവൺമെൻറ് ആയാലും UDFിൻ്റെ ഗവൺമെൻറ് ആയാലും ശരി, കേരളത്തിൽ മുൻകാലങ്ങളിലും ആ ചരിത്രം അങ്ങനെ തന്നെയാണ്. ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി നടത്തുന്ന യോഗങ്ങളിലാണ് ഞാൻ മാധുവിനോട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നിലേറെ തവണ അത് പമ്പയിലേക്ക് പോയിട്ടാണ് അവരെല്ലാം വിളിച്ച് അവിടെയുള്ള യോഗം നടത്തുക. അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സർക്കാരുകൾ LSGDയിലെ അവരുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ടാണ് അത് നടത്തുക. അത് 1, 2 അതിലേറെ തവണയോ അത് നടത്തും. മൂന്നാമതൊരു കാര്യം, എന്തൊക്കെ ഇവിടെ ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ചിപ്പോൾ അജ്ഞതയിൽ നിന്നുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ആ അജ്ഞതയാണ് സത്യമെന്നാരും തെറ്റിദ്ധരിച്ചു കളയരുത്. നിയമസഭാ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ ഇപ്പോൾ നിയമസഭ തീരുമ്പോഴേക്കും നമ്മുടെ കൈകളിലേക്ക് അത് ലഭിക്കും, മാധവിൻ്റെ അടക്കം കൈകളിലേക്ക്, ചങ്ങാതിമാരുടെ കൈകളിലേക്ക് ലഭിക്കും. ഈ കഴിഞ്ഞ 1 വർഷക്കാലം അവിടെ ശബരിമലയിൽ നടത്തിയിട്ടുള്ള ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിൻ്റെ പുരോഗതി എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മുടെ ചില ബഹുമാനപ്പെട്ട MLA-മാരുടേതായിട്ടുള്ള ചോദ്യങ്ങൾ, അത് നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നിന്ന് അത്തരം കാര്യങ്ങൾ വരുന്നത് സഭ സമ്മേളിക്കുന്ന ദിവസം, അത് ചിലത് സ്റ്റാർഡ് ചോദ്യം, അത് സഭയുടെ മേശപ്പുറത്ത് വരുന്നതും, ചിലത് അല്ലാതെ അൺസ്റ്റാർഡ് ചോദ്യമായിട്ടുള്ളൂ. അപ്പോഴേക്കും അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അത് നമുക്കറിഞ്ഞുകൂടാത്തതുകൊണ്ട് കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നുള്ള നിലയിലേക്ക് നമ്മൾ ആരും ശാഠ്യം പിടിക്കുന്നത് ശരിയല്ല. ഇനി ഈ ഒരു കാര്യത്തിൽ നമ്മൾ അവിടെ എത്ര പേരെത്തുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കറിയുന്നതിന് എവിടെ നിന്നൊക്കെയാണ് എത്തുന്നത്, വരുന്ന വഴി ഒറ്റ വഴിയല്ല, അത് പല വഴിയിൽ കൂടിയാണ് വരേണ്ടത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്നതായ ഗതാഗത കുരുക്കടക്കം നമുക്ക് കുറയ്ക്കുന്നതിന്, പരിഹരിക്കുന്നതിന്, അവർക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് ഇത്തരം കാര്യങ്ങൾ സഹായകരമാകുമെന്നുള്ളതാണ്. ഇനി ഓൺലൈനിൽ ഇത്തരം കാര്യങ്ങൾ, ഇപ്പോൾ ചില ആളുകൾ ആരെങ്കിലും ശാഠ്യം പിടിച്ചാലേ ഞാൻ ഓൺലൈനിലേ ബുക്ക് ചെയ്യില്ല എന്നുള്ള നിലയിൽ, അതിപ്പോൾ ദേവസ്വം ബോർഡ് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചുള്ളത് അത്തരം കാര്യം വരട്ടെ. ദിവസം ഉണ്ടല്ലോ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ, അവരാണല്ലോ ഇതിൽ ഇത്തരം കാര്യങ്ങളിൽ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്നത്. അതിൽ ആ മുമ്പന്തിയിൽ നിൽക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് സഹായകമായ നിലയിലാണല്ലോ പോലീസ് അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. ജനങ്ങളെ ആ വിധത്തിൽ അവരെയെല്ലാം സ്വാമിമാർ, ഇപ്പം ഞങ്ങൾ സഖാക്കൾ എന്ന് വിളിച്ചാലും, സഖാവ് എന്ന് എന്നെ വിളിക്കുമ്പോഴും ഞാൻ മാലയിട്ട് ഞാൻ അയ്യപ്പനായി ഞാൻ സ്വാമിയായല്ലോ. അങ്ങനെയാണ് എങ്കിൽ ആരെയായാലും അങ്ങനെയാണല്ലോ അല്ലേ രാഹുലെ? അപ്പോൾ അത് സ്വാമിയാണല്ലോ അവിടെ പോകുമ്പോൾ. അപ്പോൾ അവിടെ ഏതാണോ അത്തരത്തിലുള്ള നമ്മുടേതായിട്ട് അനുവർത്തിക്കേണ്ടതായിട്ടുള്ള അവിടെ നമ്മൾ കൈക്കൊള്ളേണ്ട അത് തന്നെയാണ് അവിടെ ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഈ ഗുരുദ്വാരയിലേക്ക് പോവുകയാണ്, സുവർണക്ഷേത്രത്തിൽ പോവുകയാണ്, അവിടെ ചെന്നാൽ നമുക്ക് തലയിലേക്ക് അവരൊരു അത്തരത്തിൽ ഒരു നമുക്കൊരു ശിരോവസ്ത്രം നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുക. കാര്യം എന്ന് പറയുന്നത്, ശബരിമലയുമായി ബന്ധപ്പെട്ട് 2 ADGPമാർ ഈ അവലോകന യോഗത്തിൽ പങ്കെടുക്കേണ്ടത്, പക്ഷേ MR അജിത് കുമാറിനെ മാറ്റി നിർത്തി. എന്തുകൊണ്ടാണ് എന്ന് അങ്ങേക്ക് കൃത്യമായി പറയാൻ കഴിയുമോ? ക്രമസമാധാന പാലന ചുമതലയുള്ള ADGPക്ക് ശബരിമല അവലോകനവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അവലോകന യോഗം എന്ന് പറയുമ്പോൾ സർക്കാർ നൽകുന്ന സന്ദേശം എന്താണ്? മാധവന്റെ ചോദ്യം എന്നോടാണ് എങ്കിൽ ആ ചോദ്യം കൃത്യമായി ചോദിക്കാൻ കഴിയുന്ന ഒരു ടെലിഫോൺ നമ്പർ ഞാനങ്ങ് തരാം. അത് കേരളത്തിലെ DGPയുടെ നമ്പറാണ്.
ഏത് മന്ത്രിക്കും നൽകുന്നതായിട്ടുള്ള റിപ്പോർട്ട്, ആ സ്ഥിതിവിവരം, അത്തരം കാര്യങ്ങൾ മന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നത് DGP മുഖാന്തരമാണ്. അല്ലാതെ ADGP മുഖാന്തരമല്ല, IG മുഖാന്തരമല്ല, DIG മുഖാന്തരമല്ല. കേരളത്തിലെ പോലീസ് സേനയുടെ തലവൻ DGP ആണ്. DGP പങ്കെടുത്തൊരു യോഗം ചേരുന്നുവെങ്കിൽ, ഞാനൊന്ന് മുഴുമിപ്പിച്ചോട്ടെ, DGP പങ്കെടുത്തുകൊണ്ടൊരു യോഗം ചേരുന്നുവെങ്കിൽ DGP ആണ് പോലീസ് സേനയുടെ തലവൻ എന്നുള്ള നിലയിൽ അത് DGPയുടെ ഉത്തരവാദിത്തമാണ്. ഏതെങ്കിലും വിധത്തിൽ അത് ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായാലും, അതല്ല ക്രമസമാധാന പരിപാലനത്തിലായാലും, മറ്റേത് വിധത്തിലായാലും കേരളത്തിൽ അക്കാര്യത്തിൽ ബ്യൂറോക്രസിയുടെ കാര്യത്തിൽ DGP ആണ് അക്കാര്യത്തിൽ ഉത്തരവാദിത്വം. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബ് പങ്കെടുക്കുന്ന യോഗത്തിൽ ADGP-മാരായ മനോജ് എബ്രഹാമിനും S. ശ്രീജിത്തിനും പങ്കെടുക്കാമെങ്കിൽ എന്തുകൊണ്ട് MR അജിത് കുമാറിന് പങ്കെടുക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ADGP-മാരല്ല, DGP മാത്രം പങ്കെടുത്താൽ മതിയെന്നാണ് എങ്കിൽ ഈ പറയുന്ന മനോജ് എബ്രഹാമിനും S. ശ്രീജിത്തിനും ആ പ്രശ്നമില്ല എന്നുള്ളത് അങ്ങ് പറഞ്ഞ ഉത്തരത്തിന് കടകവിരുദ്ധമായ ഒരു കാര്യമാണ്. പിന്നെ അങ്ങ് ആ മറുപടി പറഞ്ഞത് എന്നോടാണെങ്കിൽ ശ്രീ A. സമ്പത്ത്, DGP-യോട് ചോദിക്കുക അല്ല ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ഉത്തരവാദിത്തം. നമ്മൾ വോട്ട് ചെയ്ത് അല്ല DGP-യെ തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ വോട്ട് ചെയ്തെടുത്തിരിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ, അവരാണല്ലോ സർക്കാർ രൂപീകരിക്കുന്നത്. അപ്പോൾ അവരോടാണ് ചോദിക്കേണ്ടതെന്നാണ് എൻ്റെ ജനാധിപത്യ വിശ്വാസം. അല്ല, നമ്മുടെ എല്ലാവരുടെയും ജനാധിപത്യ വിശ്വാസം നല്ലത് തന്നെയാണ്. അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, അതിലൊന്നും ഒരു സംശയമില്ല. അപ്പോൾ മാധു ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന ADGP അതിൽ പങ്കെടുത്തില്ല, അദ്ദേഹം സ്വമനസാല പങ്കെടുക്കാത്തതാണോ, അദ്ദേഹത്തെ മാറ്റി നിർത്തിയതാണോ എന്നുള്ളത്. എനിക്ക് ഈ ചർച്ചയിൽ ഇതല്ല ഇവിടെ ഒരു കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ എഴുതി കാണിച്ചാലൊന്നും അങ്ങനെയല്ല. എന്തുകൊണ്ട് ADGP അജിത് കുമാർ പങ്കെടുത്തില്ല എന്ന് ഇവിടെ ഒന്നും ഒരു സ്ക്രോൾ വന്നില്ല. എന്നെ വിളിച്ചപ്പോഴും ക്ഷണിച്ചപ്പോഴും അദ്ദേഹം എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്ന് സമ്പത്ത് പറയണമെന്നല്ല പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ സ്വാഭാവികമായ ചോദ്യത്തിൻ്റെ യുക്തിയെ സംബന്ധിച്ച് ഞാൻ ഒരു കാരണവശാലും ചോദ്യം ചെയ്യുന്നില്ല. DGP പങ്കെടുത്തു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടിയ യോഗത്തിൽ, ആ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു. എന്നെ സംബന്ധിച്ച് ഞാൻ മുമ്പ് വഹിച്ചിരുന്ന ചുമതലയുടെ കാലത്താണെങ്കിലും ADGP അല്ല DGP പങ്കെടുക്കുക എന്നുള്ളതാണ് ഞാൻ അക്കാര്യത്തിൽ കാണുന്നത്. ADGP അതുകൊണ്ട് പങ്കെടുത്തില്ല. അത് ഒരു കാര്യം ഒന്ന് ആഡ് ചെയ്തോട്ടെ, സമ്പത്ത് സാറിനോടുള്ള റിക്വസ്റ്റ് ആണ്. അതായത് ADGP പങ്കെടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, അതല്ല. പക്ഷേ സാധാരണ ഭക്തന് അവിടെ നിൽക്കുന്ന വരുന്ന പോലീസുകാർക്ക് നിന്ന് പരിചയമുള്ള എക്സ്പീരിയൻസ്ഡ് ആയ പോലീസുകാർ വേണം എന്നുള്ള റിക്വസ്റ്റ് പലപ്പോഴും ഉണ്ട്. അത് കഴിഞ്ഞ തന്നെ ഒരുപാട് സംഘടന, അയ്യപ്പ സേവാ സംഘവും അയ്യപ്പ ധർമ്മസേനയും അയ്യപ്പ ഭക്തജന സംഘങ്ങളും എല്ലാം ഉയർത്തുക. കാരണം നിൽക്കുന്ന പോലീസുകാർക്ക് അവിടെ നിന്നൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ബന്ധപ്പെട്ട അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത അങ്കിത അശോകൻ എന്ന പോലീസുകാരനുണ്ടായ വീഴ്ച പോലീസ് ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ വഹിക്കുന്നതായിട്ടുള്ള അഭിനന്ദനാർഹമായ പങ്ക് നമ്മുടെ ഒരു മലയാള ചലച്ചിത്രത്തിൽ പോലും അത് അല്ലേ, വളരെ വിഖ്യാതമായ ഒരു മലയാള ചലച്ചിത്രത്തിൽ പോലും ആ ഒരു നിമിഷം വരുമ്പോൾ നമ്മളെല്ലാവരും രോമാഞ്ചം കൊണ്ട് ഒരു അവസരമുണ്ടല്ലോ അല്ലേ. ശരി ശരി ശരി, എന്താ ഓക്കെ.